നമസ്കാരം സുഹൃത്തുക്കളെ. തിരുവനന്തപുരത്ത് പണ്ടുണ്ടായിരുന്ന ദില്ലിവാല എന്ന ഉത്തരേന്ത്യൻ ഹോട്ടലിലെ പച്ചമുളക് കറി നമ്മുടെ രീതിയിൽ തയ്യാറാക്കിയതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 4 പേർക്ക് വിളമ്പുന്നതിന് 4 പച്ചമുളകും നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും 2 കറിവേപ്പിലയും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർക്കുന്നതിന് ഉപ്പും 1 കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. പുളി 1/2 കപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ കുതിർക്കുന്നു. ദില്ലിവാല ഹോട്ടലിൽ വിനാഗിരിയാണ് പുളിക്ക് പകരം ചേർക്കുന്നത്. ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറുകഷ്ണങ്ങളാക്കിയ ഇഞ്ചി വറക്കുന്നു. ഇഞ്ചി ചുവന്നു വരുമ്പോൾ പച്ചമുളക് കഴുകി വൃത്തിയാക്കി ചേർക്കുന്നു. പച്ചമുളക് നിറം മാറി തുടങ്ങുമ്പോൾ എടുത്തതിൽ കുറച്ച് ഉപ്പും മുഴുവൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുന്നു. പച്ചമുളക് പൊട്ടി. ഇനി തീ അല്പം കുറച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കുന്നു. പച്ചമുളക് നിറം മാറി അതിലേക്ക് പിഴിഞ്ഞ പുളിവെള്ളം ചേർത്ത് ഇളക്കുന്നു. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ എടുത്തതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി തിളപ്പിക്കുന്നു. തിളയ്ക്കാൻ തുടങ്ങി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ഇളക്കുന്നു. നല്ലപോലെ തിളച്ചു. 1/2 ടീസ്പൂൺ കായപ്പൊടി തൂവി കുറുകുന്നത് വരെ ഇളക്കിയ ശേഷം തീ കുറച്ച് വയ്ക്കുന്നു. നല്ലപോലെ കുറുകി കറിവേപ്പില ചേർത്ത് ഇളക്കുന്നു. കറിവേപ്പില നിറം മാറി തീ അണച്ചു വച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. പുളിയുടെയും മല്ലിയുടെയും ഉലുവയുടെയും കായത്തിൻ്റെയും സ്വാദ് കലർന്ന് പച്ചമുളക് കറി തയ്യാറായി. ഒന്ന് തയ്യാറാക്കി നോക്കൂ, കഴിക്കും, ഇഷ്ടപ്പെടും തീർച്ച. വീഡിയോ കാണൂ, പങ്കുവയ്ക്കൂ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കൂ. മറ്റൊരു വേറിട്ട വിഭവവുമായി വരുന്നതുവരെ നമസ്കാരം. വീഡിയോ കണ്ടതിന് നന്ദി.